ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ 100 ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ സംഘട്ടനത്തിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽക്കാർ ഇനിയും ഹമാസിൻ്റെ തടവിൽ തുടരുകയാണ്. 100-ലധികം ബന്ദികൾ ഗാസയിലുണ്ടെന്നും അവരുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം എന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് അഭിഭാഷകരും ആഗോള സംഘടനകളും. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇസ്രായേലിലെ കോർപ്പറേഷനുകളും സർവകലാശാലകളും റീറ്റെയിൽ ശൃംഖലകളും ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ ബന്ദികളെ പിന്തുണച്ച് വെള്ളിയാഴ്ച മിഡ് ടൗൺ മാൻഹട്ടനിൽ ഒരു റാലി നടന്നു. ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രകടനത്തിൽ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹൊച്ചൂളും സെൻചക് ഷൂമറും സന്നിഹിതരായിരുന്നു. നവംബറിലെ താൽക്കാലിക വെടിനിർത്തൽ വേളയിൽ ഹമാസിൻ്റെ അടിമത്തത്തിൽ നിന്ന് 105 ബന്ദികളെ മോചിപ്പിച്ചതായി അമേരിക്കൻ ജൂത കമ്മിറ്റി ഈ മാസം വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും 2 കുട്ടികൾ ഉൾപ്പെടെ 132-ലധികം ബന്ദികൾ ഇനിയും ഹമാസ് തടവിൽ അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സേന കരുതുന്നത്.